ഫൈൻഡ് ദി പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് 60. ക്വസ്റ്റ്യൻ എന്താണ്? 60യുടെ പോസിറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം കാണാനാണ്. ഓക്കെ, അപ്പോൾ 60 എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. അപ്പോൾ നമുക്കതിന് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 16 എന്തുണ്ടാവും? 16 നമുക്ക് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം അല്ലേ? അപ്പോൾ 16 നമ്മളിതാ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2² ഇൻറ്റു 3⁻1 ഇൻറ്റു 5, 2² ഇൻറ്റു 3 ഇൻറ്റു 5. ഇതാണ് 60ൻ്റെ എന്താ പറയുന്നത്? 16ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷനാണിത് അല്ലേ? 16 നമ്മൾ എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 60യുടെ എല്ലാ പോസിറ്റീവ് ഫാക്ടേഴ്സും, ഓൾ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് 60 ആണ്. അപ്പോൾ അത് ചെയ്യാൻ 60നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 2² ഇൻറ്റു 3 ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 60യുടെ എല്ലാ ഫാക്ടേഴ്സും, ഓൾ ഫാക്ടേഴ്സ് ഓഫ് 60 ഈസ് ഓഫ് ദ ഫോം 2⁻a ഇൻറ്റു 3⁻b ഇൻറ്റു 5⁻c. ഓക്കെ, ഇവിടെ 16 നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ട്? 2⁻2 ഓക്കെ ഇൻറ്റു 3⁻1 ഇൻറ്റു 5⁻1. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള പ്രൈംസ് ഏതൊക്കെയാണ്? 2ഉം 3ഉം 5 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ 60യുടെ ഏത് ഫാക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും, എവറി ഫാക്ടർ ഓഫ് 60 എടുത്തിട്ടുണ്ടെങ്കിലും അതിലെന്തുണ്ടാവും? 2, 3, 5. ഇതിൻ്റെ ഈ 2, 3, 5 എന്നീ പറയുന്ന പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഈ 60യുടെ ഏത് ഫാക്ടറിനെ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അതായത് 60യുടെ ഏത് ഫാക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോം 2⁻a ഇൻറ്റു 3⁻b ഇൻറ്റു 5⁻c എന്നുള്ള ഫോമിലായിരിക്കും. എയും ബിയും സിയും ഒക്കെ എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. ഇനി എനെയും ബിനെയും സിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്നത് എന്താണ്? 2⁻2, 2ൻ്റെ പവറാണ് എ അല്ലേ? ഇവിടെ 2ൻ്റെ പവർ എന്താണ്? 16ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2ൻ്റെ പവർ എന്താണ്? 2 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ മാക്സിമം വാല്യൂ എന്താണല്ലോ വരിക? 2 ആണ് വരിക. എക്ക് വരാൻ പറ്റുന്ന വാല്യൂസ് അപ്പോൾ 0, 1, 2 ആണ്. അപ്പോൾ എയുടെ വാല്യൂസ് എന്താണ്? 0, 1, 2. അതായത് 60യുടെ ഫാക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഏത് ഫാക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോം 2⁻a ഇൻറ്റു 3⁻b ഇൻറ്റു 5⁻c എന്നുള്ള ഫോമിലാവും. അതിൽ എ എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ പവറാണ്. അപ്പോൾ 2ൻ്റെ പവർ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? 60യുടെ ഫാക്ടറൈസേഷനിൽ 2ൻ്റെ പവർ എന്താ വന്നിട്ടുള്ളത്? 2 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ 60യുടെ ഫാക്ടേഴ്സിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്തേ ഉള്ളൂ വരിക? 0, 1, 2. 2 വരെയുള്ള ഏതെങ്കിലും ഒന്നേ വരും. 0, 1 അല്ലെങ്കിൽ 2. ഇതായിരിക്കും എയുടെ വാല്യൂസ് വരിക. ഇനി ബി അടുത്ത നോക്കൂ. ബി എന്താണ്? 3യുടെ പവറാണ് അല്ലേ? 3ൻ്റെ പവറായിട്ടാണ് ബി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 60യുടെ ഫാക്ടറൈസേഷനിൽ 3⁻2 എന്താണ്? 3⁻1 ആണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ബിൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 0 and 1. അതേപോലെ 60യുടെ ഫാക്ടറൈസേഷനിൽ 5ൻ്റെ പവർ എന്താണ്? 1 ആണ്. സോ ഇവിടെ 5⁻c എന്താണ്? 5ൻ്റെ പവറാണ്. അതുകൊണ്ട് തന്നെ സിക്ക് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0 and 1. ഓക്കെ, അപ്പോൾ 60യുടെ ഏത് ഫാക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോം 2⁻a ഇൻറ്റു 3⁻b ഇൻറ്റു 5⁻c എന്നുള്ള ഫോമിലാവും. അതിൽ എ ഏതൊക്കെ വാല്യൂസ് വരാം? 0, 1, 2 വരാം. ബി 0, 1 വരാം. ആൻഡ് സി ഏതൊക്കെ വരാം? 0, 1. ഓക്കെ, ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ 60യുടെ ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സും കാണണം അല്ലേ? അപ്പോൾ 60യുടെ ഫാക്ടേഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2⁻a ഇൻറ്റു 3⁻b ഇൻറ്റു 5⁻c. ഇതിൽ എ, ബി, സിക്ക് ഈ വാല്യൂസ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റത്തെ ഫാക്ടർ നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ a = 0, b = 0 ആൻഡ് c = 0 എന്ന് എടുത്തു. അതായത് 2⁻0 ഇൻറ്റു 3⁻0 ഇൻറ്റു 5⁻0 എന്താ വരിക? 2⁻01 ഇൻറ്റു 3⁻01 ഇൻറ്റു 5⁻01. അതായത് 1 ഇൻറ്റു 1 ഇൻറ്റു 1 = 1. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? 60യുടെ ഒരു ഫാക്ടറാണ്. ഇനി 60യുടെ അടുത്ത ഫാക്ടർ നോക്കാം. അതെന്താണ്? 2⁻a ഇൻറ്റു 3⁻b ഇൻറ്റു 5⁻c എന്നുള്ള ഫോമിലായിരിക്കും. ഫസ്റ്റ് നമ്മൾ a0, b0, c0 ആയിട്ടുള്ളത് കണ്ടു. ഇനി അടുത്തതിൽ നമ്മൾ എ മാറ്റി കൊടുക്കുക. a0 വേണ്ട, a1 കൊടുത്തു. a1 ആണ്. ബിയും 0, സിയും 0 കൊടുത്തു. ഓക്കെ, a1, b0, c0. അതായത് 2⁻1 ഇൻറ്റു 2⁻1 ഇതാ ഇവിടെ 2⁻1 ഇൻറ്റു 3⁻0 ഇൻറ്റു 5⁻0. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയത്? 2 കിട്ടി. ഇനി അടുത്ത കൊടുക്കുക. a0 കൊടുത്തോ,
A1 അല്ലേ കൊടുത്ത് A1 കൊടുത്തു, B1 കൊടുക്കുക, C1 കൊടുക്കുക, അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി കൊടുക്കുക. ഇവിടെ ഇതാ A0 കൊടുത്തു, B1 കൊടുത്തു, C0 കൊടുത്തു. അപ്പോൾ എന്താണ് 2⁻0 × 3⁻1 × 5⁻0. അപ്പോൾ എന്താ കിട്ടുക 2⁻0 1 1 × 3⁻1 3 × 5⁻0. അപ്പോൾ എന്താണ് 3 എന്ന് കിട്ടും. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ് 16ൻ്റെ ഒരു ഫാക്ടറാണ്. അടുത്തത് A0 കൊടുത്തു 2⁻0, B എന്താണ് 1 കൊടുത്തു 3⁻1 × C എന്ത് കൊടുത്തു 1 കൊടുത്തു. അതായത് 2⁻0 × 3⁻1 × 5⁻1 15. ഓക്കെ, അതും എന്താണ് 16ൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ A B C 0 1 2 0 1 C0 ഇതിൻ്റെ എല്ലാ കോമ്പിനേഷനും എല്ലാതും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 60യുടെ എല്ലാ ഫാക്ടേഴ്സും കിട്ടും. 1 3 15 5 2 10 6 34 12 20 60 ഇതെല്ലാം എന്താണ് 60യുടെ ഫാക്ടേഴ്സാണ്. അതിനെല്ലാം നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ മാറ്റി മാറ്റി കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഫാക്ടേഴ്സും കിട്ടും. ഓക്കെ, അടുത്തൊരു റിസൾട്ടാണ് highest power E of a prime P that divides n factorial is given by E equal to floor function of n by P plus floor function of n by P square plus floor function of n by P cube plus etc. ഓക്കെ, എന്താണ് പറയുന്നത്, ഒരു നമ്പർ n അതിൻ്റെ ഫാക്ടോറിയലിനെ ഒരു പ്രൈം P ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പവർ ഈ n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന P എന്ന് പറയുന്ന പ്രൈമിൻ്റെ ഏറ്റവും വലിയ പവർ E ആണെങ്കിൽ ആ E കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു നമ്പർ n ഉണ്ട്, അതിൻ്റെ ഫാക്ടോറിയലിനെ ഒരു P എന്ന് പറയുന്ന പ്രൈം ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എത്ര പവർ വരെ ഈ n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ P എന്ന് പറയുന്ന പ്രൈമിൻ്റെ ഏറ്റവും വലിയ പവർ അതിൻ്റെ പവർ E ആണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന P എന്ന് പറയുന്ന പ്രൈം നമ്പറിൻ്റെ ഏറ്റവും വലിയ പവർ E എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ്. E ഈസ് ഈക്വൽ ടു എന്താണ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P സ്ക്വയർ പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, നമുക്ക് ആ റിസൾട്ട് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഹയസ്റ്റ് പവർ ഓഫ് 2 വിച്ച് ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ. എന്താ പറഞ്ഞിട്ടുള്ളത്, 234 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഹയസ്റ്റ് പവർ, 2ൻ്റെ ഹയസ്റ്റ് പവർ ദാറ്റ് ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ. ഓക്കെ, നമ്മളെ റിസൾട്ട് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഒരു പ്രൈം P n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം Pയുടെ ഹയസ്റ്റ് പവർ E എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരുന്നു, ഹയസ്റ്റ് പവർ E എന്ന് പറയുന്നത് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P സ്ക്വയർ പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P ക്യൂബ് പ്ലസ് എക്സെട്ര ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ n എന്താണ് 234, ഇവിടെ n-ന് പകരം എന്താണ് 234 ആണ്. n ഇസ് ഈക്വൽ ടു എന്താണ് 234 ആണ്. ഹയസ്റ്റ് പവർ ഓഫ് 2 അല്ല, ഹയസ്റ്റ് പവർ ഓഫ് എ പ്രൈം P ആയിരുന്നു, ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് 2 ആണ് ചോദിച്ചില്ലേ. 2 എന്താണ് ഒരു പ്രൈമാണ്, സോ ഇവിടുത്തെ പ്രൈം P എന്താണ് 2 ആണ്. അതിൻ്റെ ഹയസ്റ്റ് പവർ 2ൻ്റെ ഏത് ഹയസ്റ്റ് പവറാണ് n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് ഹയസ്റ്റ് പവറാണ് n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോർമുല ഇതാണ്. ഇവിടെ n എന്താണ് 234 ആണ്, P എന്താണ് 2 ആണ്. ഇനി നമുക്ക് E കണ്ടുപിടിക്കണം. 2ൻ്റെ ഹയസ്റ്റ് പവർ ദാറ്റ് ഡിവൈഡ്സ് n ഫാക്ടോറിയൽ, അതായത് 234 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് n ബൈ P അല്ലേ, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P. n എന്താണ് 234 ബൈ 2, P എന്താണ് 2. അപ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 234 ബൈ 2 അതെന്താണ് 117. ഓക്കെ, അടുത്തത് n ബൈ P സ്ക്വയർ ടു 234 ബൈ 2 സ്ക്വയർ, അതായത് 234 ബൈ 4 ആണ്. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 234 ബൈ 4 അത് നമുക്ക് എന്താ കിട്ടുക 58 എന്ന് കിട്ടും. അടുത്തത് n ബൈ P ക്യൂബ്, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ P ക്യൂബ് ആണ്, അതെന്താണ് 234 ബൈ 2 ക്യൂബ്, അത് നമുക്ക് 29 എന്ന് കിട്ടും. നെക്സ്റ്റ് n ബൈ P റേസ് ടു 4, സോ 234 ബൈ 2 റേസ് ടു 4, 234 ബൈ 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. ഇവിടെ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 234 ബൈ 16 ആണ്, അതുകൊണ്ടാണ് 14 എന്ന് എടുക്കുന്നത്. 234 ബൈ 16 ചെയ്യുമ്പോൾ എന്താ കിട്ടുക ആൻസർ, 234 ബൈ 16 ചെയ്യുമ്പോൾ ആൻസർ നമുക്ക്
14.62 അങ്ങനെ എന്തോണ് കിട്ടുക, 14.625 അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 14.625 എന്താണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14.65 അല്ലേ. 14.625 ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ അത് ഏതാണ് വരുന്നത്, ഇതിനേക്കാളും 14.625 ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ ഏതാണ്, 14. അതുകൊണ്ടാണ് ഇത് 14 എന്നെടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ n/p⁵ ആണ് അല്ലേ. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n/p⁵. അതെന്താണ്, 234/2⁵ ഫ്ലോർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 234/32. അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. നെക്സ്റ്റ് 2⁶ 234/2⁶, 234/64 ചെയ്യും. അപ്പോൾ അവിടുത്തെ ഫ്ലോർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ 3 കിട്ടും. നെക്സ്റ്റ് 234 ഇവിടെ 2⁶ നമ്മൾ നിർത്തിയത്. നെക്സ്റ്റ് എന്താണ്, 2�7. സോ 234/2�7 എന്ത് കിട്ടും, 234 ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 234/128, ദാറ്റ് ഈസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1.828 ആണ്. അതിൻ്റെ 1.828 ഫ്ലോർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, 1.828 ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ അതേതാണ്, 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് 2�7 കഴിഞ്ഞ് അടുത്തത് 2⁸. n/p⁵ 8 ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് 234/2⁸ വരും. അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എന്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.914 എന്നാണ് കിട്ടുക. അപ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 0.914 എന്താണ്, 0.914 ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ. അപ്പോൾ 0.914 ചെറുതായിട്ടുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്, 0, -1, -2 ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അതിൽ ഏറ്റവും വലിയ ഇൻറ്റീജർ ഏതാണ്, 0 ആണ്. സോ ഇവിടെ 0 എന്ന് കിട്ടി. ഇനി അടുത്തത് ചെയ്താലോ 2⁸. 2⁹ ചെയ്താൽ എന്താ കിട്ടുക, 234 വലിയൊരു സംഖ്യ കിട്ടുക അല്ലേ. ഇവിടെ 234 വലിയൊരു സംഖ്യ കിട്ടുക. അതിൻ്റെ ആൻസറും എന്താണ്, 0.00 അങ്ങനെയാണ് വരിക. 0 എന്നുള്ള ഒരു നമ്പറാണ് വരിക. അങ്ങനെ 0 ഏത് വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഫ്ലോർ ഫംഗ്ഷൻ എടുത്താൽ എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. സോ ഈ 2⁸ മുതൽ 2⁸, അതായത് 2�7 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2�7ൽ നമുക്ക് 1 കിട്ടിയല്ലേ. 2⁸ മുതൽ നമ്മൾ n/p⁵ ചെയ്തിട്ടുണ്ടെങ്കിൽ p⁵, അടുത്തത് n/p⁹ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക, വാല്യൂ 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും എന്താവും, 0 ആവും. സോ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ ഇതായിരുന്നു നമ്മളെ ഫോർമുല അല്ലേ. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ നമ്മൾ വാല്യൂസ് കണ്ടു. അപ്പോൾ ഈ സമ്മ് എന്തായിരുന്നു, നമുക്ക് n/p⁵ മുതൽ എന്താണ്, ഇത് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാം 0 ആണ്. സോ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും എന്താണ്, സീറോസ് ആണ് ആഡ് ചെയ്യുക. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n/p⁵ വരെ ഉള്ളത് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് വരെയുള്ളത് ആഡ് ചെയ്യുക. അതായത് എന്താ ഫസ്റ്റത്തെ എന്തായിരുന്നു, 117 +58 +29 +14 +7 +3 +1. സോ ആൻസർ 234 ഫാക്ടോറിയലിലുള്ള ഹയസ്റ്റ് പവർ ഓഫ് 2ൻ്റെ ഹയസ്റ്റ് പവർ ദാറ്റ് ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ എന്താണ്, 229. ഈ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഇതിൻ്റെയും സം. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് ഇൻ 234 ഫാക്ടോറിയൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് ഇൻ 234 ഫാക്ടോറിയൽ. 234 ഫാക്ടോറിയലിലുള്ള ട്രെയിലിംഗ് സീറോസിൻ്റെ എണ്ണം. ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ അവസാനം വരുന്ന സീറോസിൻ്റെ എണ്ണം. സപ്പോസ് നമ്മൾ 1000 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ഓക്കെ, 1000ൽ എത്ര സീറോസ് ഉണ്ട്, 1 2 3 അല്ലേ. ഈ സീറോസ് കഴിഞ്ഞിട്ട് പിന്നെ 1000ൽ വേറെ ഡിജിറ്റ്സ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു നമ്പറിൻ്റെ ഏറ്റവും അവസാനം വരുന്ന സീറോസിനെയാണ് നമ്മൾ അതിൻ്റെ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1000ന് എത്ര സീറോ ഉണ്ട്, 3 സീറോ ഉണ്ട്. ഇനി 20500 ഇതിൽ എത്ര സീറോസ് ഉണ്ട്, ഈ നമ്പറിൽ 20,500. ഈ നമ്പറിൽ എത്ര സീറോസ് ഉണ്ട്, 1 2 3 3 സീറോസ് ഉണ്ട് അല്ലേ. പക്ഷെ ഇതിൻ്റെ എൻഡിൽ വരുന്ന സീറോസ്, അതായത് ഇങ്ങനെ ലാസ്റ്റ് വരുന്ന സീറോസ് എത്ര എണ്ണേ ഉള്ളൂ, 2 എണ്ണേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് വരുന്ന സീറോസ്, അതായത് ഈ സീറോസ് കഴിഞ്ഞിട്ട് പിന്നെ ആ നമ്പറിൽ വേറെ ഡിജിറ്റ്സ് ഒന്നും വരാൻ പാടില്ല. അങ്ങനത്തെ സീറോസിനെയാണ് ഇതിൻ്റെ ട്രയലിംഗ് സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 20,500ൽ അപ്പോൾ എത്ര ട്രയലിംഗ് സീറോസ് ഉണ്ട്, 2. 20,500ൽ 2 ട്രയലിംഗ് സീറോസ് ആണുള്ളത്. ഓക്കെ, സോ ഇങ്ങനത്തെ സീറോസിനെയാണ് നമ്മൾ ട്രയലിംഗ് സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 234 ഫാക്ടോറിയലിലുള്ള
ട്രailing സീറോസിൻ്റെ എണ്ണം കാണണം. ഓക്കെ, നോ 234 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ വെരി ലാർജ് നമ്പർ അല്ലേ. 1 × 2 × 3 × 4 × എക്സെട്ര × 233 × 234 എന്ന് പറയുമ്പോൾ 1 മുതൽ 234 വരെയുള്ള 234 വരെയുള്ള എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് എന്ത്? 234 ഫാക്ടോറിയൽ അല്ലേ. ഇതിൽ എത്ര സീറോസ് ഉണ്ടെന്ന് കാണണമെങ്കിൽ, ഡയറക്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്താണ്? 1 × 2 × 3 അങ്ങനെ വരെ 234 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ കാണാതെ, ഡയറക്റ്റായിട്ട് അത് കാണാതെ അരിത്മെറ്റിക് നമ്മളിപ്പോൾ പഠിച്ച ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് ഉപയോഗിച്ചിട്ട് ഈ 234 ഫാക്ടോറിയലിൽ എത്ര സീറോസ് ഉണ്ട് എന്ന് കാണാനാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ബൈ ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് 234 ഫാക്ടോറിയൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് 2⁴ × 5⁵b × c, where a and b are positive integers and c product of primes other than 2 and 5. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് പ്രകാരം 234 ഫാക്ടോറിയലിനെ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്നാണ്. 2⁴ × 5⁵b × c. അതെങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് പ്രകാരം ഏതൊരു ഇൻറ്റീജർ n > or = 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതെന്താവും? either it will be a prime, otherwise it can be represented as a product of primes. ഒന്നെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആവും, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് അതിനെ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 234 ഫാക്ടോറിയൽ എന്തായാലും പ്രൈം നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്താണ്? ഇങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതുന്നതിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എഴുതാം: 2⁴ × 5⁵b × c. അപ്പോൾ ആ പ്രൊഡക്റ്റ് 234 ഫാക്ടോറിയലിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ 2ഉം 5ഉം എന്തായാലും വരും. ബാക്കി പ്രൈംസിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. 2ഉം 5ഉം അതിൽ എന്തായാലും വരും. എന്താണ്? 234 ഫാക്ടോറിയലിൽ 2ഉം 5ഉം എടുക്കുന്നുണ്ട്. അങ്ങനെ 2ഉം 5ഉം അതിൽ വരാനുള്ള കാരണം എന്താണ്? നമ്മളോടിവിടെ 234 ഫാക്ടോറിയലിലുള്ള ട്രെയിലിംഗ് സീറോസിൻ്റെ എണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് 234 ഫാക്ടോറിയൽ ആ നമ്പറിൻ്റെ അവസാനം എത്ര സീറോസ് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ ഒരു നമ്പറിൽ അവസാനം 0 വരണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് 100 എന്ന നമ്പർ എടുത്തു. ഇതിൻ്റെ അവസാനം എത്ര സീറോ ഉണ്ട്? 1 2 സീറോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അവസാനം 2 സീറോസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു നമ്പറിൻ്റെ അവസാനം 0 വരണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 10 ആയിട്ട് എഴുതാൻ കഴിയണം അല്ലേ. ഓക്കെ, 100 എടുത്ത് നോക്കൂ. 100ൽ എന്തുണ്ട്? 2 സീറോ. 100നെ നമുക്ക് എന്താ എഴുതാം? 10 × 10 ആയിട്ട് എഴുതാം. 2 സീറോസിൻ്റെ 10ൻ്റെ മൾട്ടിപ്പിളാണ് 100 അല്ലേ. ഇനി 2050 എടുത്ത് വിചാരിച്ചു. ഈ നമ്പറിലെ ട്രailing സീറോ എത്രയാണ്? ലാസ്റ്റുള്ള സീറോ ആണ്, ദാറ്റ് ഈസ് 1. അപ്പോൾ ഇതിനെ നമുക്ക് 205 × 10 എന്നെഴുതാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 205 × 10 10ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാം. അതായത് ഒരു നമ്പറിൻ്റെ അവസാനം 0 വരണം എന്നുണ്ടെങ്കിൽ, ഒരു 0 ആണുള്ളതെങ്കിൽ അതെന്താവും? 10ൻ്റെ മൾട്ടിപ്പിളാവും. 2 0 ഉണ്ടെങ്കിൽ അതെന്താണ്? 100ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 100നെ വീണ്ടും നമുക്ക് എന്തെഴുതാം? 10 × 10 എഴുതാം. സോ അവസാനം 0 വരണമെങ്കിൽ, ഒരു നമ്പറിൻ്റെ അവസാനം 0 വരണമെന്നുണ്ടെങ്കിൽ അത് എന്താവണം? 10ൻ്റെ മൾട്ടിപ്പിളാണ്. സോ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുമ്പോൾ അതിൽ എന്തുണ്ടാവും? 10 ഉണ്ടാവും അല്ലേ. ഇപ്പോൾ 2050 എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 205 × 10 എഴുതാം. ഓക്കെ, ഇനി 10 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുമ്പോൾ അതിലുള്ള നമ്പേഴ്സൊക്കെ എന്താവണം? അതിലുള്ള നമ്പേഴ്സ് എല്ലാം പ്രൈംസ് ആവണം. അപ്പോൾ ഇവിടെ 205 അവിടെ നിൽക്കട്ടെ. 10 കൺസിഡർ ചെയ്തു × 5 എന്ന് കൊടുക്കാം അല്ലേ. ഈ 10നെ നമ്മളിവിടെ എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തത്. അപ്പോൾ 2050ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 205 × 2 × 5 എഴുതി. ഇനി 205 നമ്മൾ വേറെ ഫാക്ടറൈസേഷൻ ചെയ്യണം. പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? 2ഉം 5 ഉണ്ടല്ലേ. അപ്പോൾ ഈ 2050ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ എന്ത് വരുന്നുണ്ട്? ഒരു 2ഉം ഒരു 5ഉം വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ 2ഉം 5ഉം ഇനിയും വരാം. 2ഉം 5ഉം അല്ലാത്ത വേറെ പ്രൈം നമ്പേഴ്സും വരാം. കാരണം ഈ 205നെ ഇനി നമുക്ക് ചെറുതാക്കാം. അപ്പോൾ അതിൽ വേറെ നമ്പേഴ്സ് വരും. പക്ഷെ ഇത് നോക്കൂ, ഇതിൽ എന്തായാലും എന്തുണ്ട്? ഒരു 2ഉം ഒരു 5ഉം എന്തായാലും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ഒരു 0 കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 10 വരണം. സോ 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം.
ഓക്കെ, ഈ നമ്പർ നോക്കൂ, 6500. 6500ൻ്റെ അവസാനം എന്തുണ്ട്? 2 zeros ഉണ്ട്. അപ്പോൾ 6500 നമുക്ക് എങ്ങനെ എഴുതാം? 65 × 10 × 10 അല്ലേ? അതാണ് എന്ത് 6500 എന്ന് പറയുന്നത്. അതിൽ ഈ 10നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ എന്താ എഴുതാം? 2 × 5. ഈ 10നെയും 2 × 5, അതായത് 65 അങ്ങനെ തന്നെ വെക്കൂ. ഈ 10ൻ്റെ മാത്രം നോക്കിയാൽ മതി. 2 × 5 × 2 × 5. അപ്പോൾ ഈ 2 × 2നെ 2 സ്ക്വയർ എഴുതി, 5 സ്ക്വയർ എഴുതി. അപ്പോൾ വീണ്ടും എന്തുണ്ട്? ഈ 6500ൻ്റെ ഫാക്ടറൈസേഷനിൽ 2ഉം 5ഉം വരുന്നുണ്ട്. ഇവിടെ ഒരു 2ഉം ഒരു 5ഉം അല്ല, 2 0 ഉള്ളതുകൊണ്ട് 2 2ഉം 2 5ഉം വരുന്നുണ്ട്. ഓക്കെ, സോ അവസാനം എൻഡിൽ സീറോസ് വരുന്ന എത്ര സീറോസാണോ സീറോസ് വരുന്ന ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും എന്തുണ്ടാവും? 2ഉം 5ഉം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് 234 ഫാക്ടോറിയലിൽ നമ്മൾ എന്തുണ്ട് പറഞ്ഞത്? 234 ഫാക്ടോറിയലിന് നമ്മൾ എങ്ങനെ എഴുതിയത്? 2a × 5b. അതിലെന്തായാലും 2ഉം 5ഉം ഉണ്ടാവും. പിന്നെ അതിൽ എത്ര സീറോ ഉണ്ടോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ പവർ എയും ബിയും വരും. പിന്നെ എന്തുണ്ടാവും? ഇൻറ്റു സി എന്ന് പറയുന്നത് ബാക്കിയുള്ള ആ നമ്പേഴ്സിൽ 2ഉം 5ഉം അല്ലാത്ത ഫാക്ടേഴ്സ് വരാം. ഓക്കെ, 2ഉം 5ഉം അല്ലാത്ത പ്രൈം ഫാക്ടേഴ്സ് അതിൽ വരാം. 3 വരാം, 7 വരാം, പിന്നെ 11 വരാം, അങ്ങനെ ഏതും വരാം. അങ്ങനെ വരുന്ന ബാക്കിയുള്ള എല്ലാത്തിനെയും കൂട്ടിയിട്ട് നമ്മൾ സി എന്ന് എഴുതി, ഇൻറ്റു സി. ബാക്കിയുള്ള എല്ലാത്തിനെയും ഒരൊറ്റ നമ്പറായിട്ട് സി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 2ഉം 5ഉം അതിലുള്ള വേറെതും. ഓക്കെ, ഇനി നോക്കൂ, നമ്പർ ഓഫ് ട്രailing zeros in 234 ഫാക്ടോറിയൽ അതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദ ഫോം 2 × 5 ഇൻ എ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 234 ഫാക്ടോറിയൽ. അതായത് 234 ഫാക്ടോറിയലിലുള്ള ട്രailing സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അതിലുള്ള 2 × 5 അതിലെത്ര പ്രോഡക്ട്സ് 2 × 5 എന്നുള്ള ഫോമിൽ 2 × 5 എന്നുള്ള ഫോമിൽ എത്ര പ്രോഡക്ട്സ് അതിലുണ്ടോ അത്രയും സീറോസ്, അത്രയും എൻഡ് സീറോസ്, ട്രailing സീറോസ് 234 ഫാക്ടോറിയലിലുണ്ടാവും അല്ലേ? കാരണം ഒരു 2 × 5 234 ഫാക്ടോറിയലിൽ ഒരു 2 × 5 ഉണ്ടെങ്കിൽ അതെന്താണ്? 2 × 5 10 ആവും. അപ്പോൾ അതൊരു സീറോ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി രണ്ടാമത് വേറൊരു 2 × 5 ഉണ്ടെങ്കിൽ അത് 10 ആവും. അപ്പോൾ അത് വീണ്ടും ഒരു സീറോ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി വേറൊരു മൂന്നാമത്തെ ഒരു സെറ്റ് 2 × 5 കൂടി ഉണ്ടെങ്കിൽ അതൊരു സീറോ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ? അങ്ങനെ എത്ര പ്രോഡക്ട്സ് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2 × 5 എത്ര വട്ടം വരുന്നുണ്ടോ, എത്ര 2 × 5 ഈ ഫോമിലുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ടോ അത്രയും എണ്ണം അതിൽ എൻഡ് സീറോസ് ഉണ്ടാവും. ഓക്കെ, ഇനി ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അതായത് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ദ ഫോം 2 × 5 2 × 5 എന്ന ഫോമിലുള്ള പ്രൊഡക്ട്സിൻ്റെ എണ്ണം ഇൻ 234 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ആ 234 ഫാക്ടോറിയലിൽ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയലിലുള്ള 2 × 5 ഫോമിലുള്ള പ്രൊഡക്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഓഫ് എ, ബി ആയിരിക്കും. ഓക്കെ, മിനിമം ഓഫ് എ, ബി. എ, ബി എന്താണ്? എ എന്താണ്? ഇതിൻ്റെ 234 ഫാക്ടോറിയൽ 234 ഫാക്ടോറിയലിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനാണ് 2a × 5b × c എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ എ 2ൻ്റെ പവറായ എയും 5ൻ്റെ പവറായ ബിയും. ഓക്കെ, ഇതിൻ്റെ മിനിമം ഓഫ് എ ആൻഡ് ബി ആയിരിക്കും എന്ത്? മിനിമം ഓഫ് എ ആൻഡ് ബി ആയിരിക്കും എന്ന് പറയുന്നത് അതിലുള്ള പ്രൊഡക്ട്സ് 2 × 5 എന്ന ഫോമിലുള്ള പ്രൊഡക്ട്സിൻ്റെ എണ്ണം. അപ്പോൾ 2 × 5 എന്ന ഫോമിലുള്ള പ്രൊഡക്ട്സിൽ എത്ര എണ്ണം അങ്ങനത്തെ പ്രൊഡക്ട്സ് വരുന്നുണ്ടോ, ഈ ഫോമിലുള്ള പ്രൊഡക്ട്സ് വരുന്നുണ്ടോ അതായിരിക്കും എന്താ അതിലുള്ള നമ്പർ ഓഫ് ട്രailing സീറോസിൻ്റെ എണ്ണം. ഓക്കെ, ഇനി മിനിമം ഓഫ് എ, ബി. ഈ മിനിമം ഓഫ് എ, ബി 2ൻ്റെ പവറായ എയും 5ൻ്റെ പവറായ ബിയും അതിൽ മിനിമം ഏതാണോ അത്രയും എണ്ണം പ്രൊഡക്ട്സ് ഓഫ് ദ ഫോം 2 × 5 ഉണ്ടാവും. സോ അത്രയും എണ്ണം ട്രailing സീറോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, 234ൻ്റെ ഫാക്ടോറിയൽ പ്രൈം ഫാക്ടറൈസേഷൻ്റെ ഫോം എന്താണ്? 2a × 5b × c. സോ ഞാൻ ഇങ്ങനെ എടുത്തു ചോദിച്ചു, എ 5ഉം ബി 3 ആയിട്ട് എടുത്തു, അതായത് 2 × 5 × 5 × 3. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ 2, ഇപ്പോൾ ഇവിടെ 5 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 2 1 2 3 4 5 × 5 × 5 × 5 3 5 ആണുള്ളത് ഇൻറ്റു സി വരുന്നുണ്ട്. ഓക്കെ, സി എന്തോ ആവട്ടെ. ഇനി നോക്കൂ, ഇതിൽ 5 2 ഉണ്ട്, 3 5 ഉണ്ട്. അപ്പോൾ ഈ 2ഉം ഈ 5ഉം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 2 × 5. അതെന്ത് ചെയ്യും? ഒരു 10 വരും. സോ ഈ 10 എന്ത് ചെയ്യും? നമ്മളതിൽ എൻഡ് സീറോയിലേക്ക് ഒരു സീറോ കൊടുക്കും. ഇനി അടുത്ത 2, ഈ 2ഉം അടുത്ത 5ഉം
ഇത് രണ്ടും കൂടിയും എന്താണ് ഒരു 2 ഇൻറ്റു 5 ഫോം ചെയ്യും, അതും എന്താ ഒരു 10. അപ്പോൾ വീണ്ടും ഒരു 0 കൂടി വന്നു. ഇനി നെക്സ്റ്റ് 2, ഈ 2ഉം ഈ 5ഉം കൂടി ഫോം ചെയ്യുമ്പോൾ ഒരു 10 വരും, അതെന്ത് ചെയ്യും, വീണ്ടും ഒരു 0 കൂടിയും കൊടുക്കും. ഇനി നെക്സ്റ്റ് ഇവിടെ എത്ര 3 2 എടുത്തു, ഇവിടുന്ന് 3 5 എടുത്തു. ഇനി ഇവിടെ 2 2 കൂടി ബാക്കിയുണ്ട്, പക്ഷെ അതിനുള്ള കറസ്പോണ്ടിങ് നമ്പർ ഓഫ് 5s ഇവിടെ ഇല്ല. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എത്ര പെയർ ഓഫ് 2 ഇൻറ്റു 5 ഫോമിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി? 1 2 3, 3 എണ്ണം കിട്ടി. അതായത് 3 എന്ന് പറയുന്നത് എന്താണ്? 5ൻ്റെ പവർ അല്ലേ, ബി. അപ്പോൾ ഇവിടുത്തെ മിനിമം ഓഫ് എ കോമ ബി എന്ന് പറയുന്നത്, ഇതിൽ മിനിമം ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഓഫ് 3,5 ആണ്. അതെന്തായിരുന്നു? 3 ആയിരുന്നു, അതല്ലേ? അത്രയും എണ്ണം 10 ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, സോ അത്രയും എണ്ണം സീറോസ് വരും. സോ ഇവിടുത്തെ മിനിമം എന്തായിരുന്നു? 3 ആയിരുന്നു. സോ അതിൽ മിനിമം 3 സീറോസ് ഉണ്ടാവും. ഓക്കെ, അതായത് 2 ഇൻറ്റു 5 ബി ഇൻറ്റു സി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മിനിമം ഓഫ് എ കോമ ബി ആയിരിക്കും അതിലുള്ള നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് എന്ന് പറയും. ഇനി ഇവിടെ മിനിമം ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു എന്താണ്? ബി ആണ്. ഇവിടെ മിനിമം ഓഫ് എ കോമ ബി എന്താണ്? ബി ആണ്. കാരണം ഇവിടെ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആവുന്നത്? ഇപ്പോൾ 234 ഫാക്ടോറിയൽ ആണല്ലേ ഈ കേസിലാണ് പറയുന്നത്. ഇവിടെ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അതിന് പറയുന്നത് എന്താ വെച്ചാൽ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2 ലെസ് ദാൻ 234 ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ലെസ് ദാൻ 234. എന്താണ്? 234നേക്കാളും ചെറുതായിട്ടുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 2ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം എന്താണ്? കൂടുതലായിരിക്കും 234നേക്കാളും ചെറുതായിട്ടുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം അല്ലേ. 234നേക്കാളും ചെറുതായിട്ടുള്ള 2ൻ്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ ആരൊക്കെ വരും? 2 വരും, 4 വരും, 6 വരും, 8 10 എക്സെട്ര, അങ്ങനെ 234 വരെയുള്ള എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 2. ഓക്കെ, ഇതെല്ലാം എന്ത് ചെയ്യും? ഈ 2ൽ ഒരു 2 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു 2. 6ൽ എന്താണ്? 3 ഇൻറ്റു 2, അതിലൊരു 2 ഉണ്ട്. ഇതെന്താണ്? 2 ക്യൂബാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 2 ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ 2കളുടെ എല്ലാ മൾട്ടിപ്പിൾസ് ആണ് എന്ത്? ഈ എ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ 2ൻ്റെ മൾട്ടിപ്പിൾസ് 234നേക്കാളും ലെസ് ദാൻ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 4 6 8 അതെല്ലാം വരും. ഈ 2 raised to a എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള എല്ലാ 2സും 2 ഇൻറ്റു 2 ഇൻറ്റു 2 എ ടൈംസ് 2 വരുന്നു, അതിനെയാണ് 2 raised to a എന്ന് എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ 2ൻ്റെ മൾട്ടിപ്പിൾസ് എത്തുന്നെങ്കിൽ 2 4 6 8 10 ഇതെല്ലാം വരും. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2 ഈ എയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് ലെസ് ദാൻ 234നേക്കാളും ചെറുതായിട്ടുള്ള 2ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം 234നേക്കാളും ചെറുതായിട്ടുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ 2ൻ്റെ എണ്ണം അതിൻ്റെ ഫാക്ടറൈസേഷൻ പ്രൊഡക്റ്റായിട്ട് എഴുതുമ്പോൾ 2ൻ്റെ എണ്ണം അതിലുള്ള 5ൻ്റെ എണ്ണത്തിനേക്കാളും കൂടുതലായിരിക്കും. സോ എ എന്തായിരിക്കും? എപ്പോഴും ഗ്രേറ്റർ ദാൻ ബി ആവും. ദാറ്റ് ഈസ് മിനിമം ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എന്താവും? ഇവിടെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് ഇൻ 234 ഫാക്ടോറിയൽ എന്താണ്? ബി ആണെന്ന് കിട്ടി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 5ൻ്റെ പവർ അല്ലേ, 5 raised to b. അപ്പോൾ ഇതിൽ എത്ര 5 വരുന്നുണ്ടോ 234ൻ്റെ ഫാക്ടോറിയലിൽ എത്ര 5s വരുന്നുണ്ടോ അതാണ് എന്ത് പറയുന്നത്? അതാണ് നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസിൻ്റെ എണ്ണമായിട്ട് വരുന്നത്. ഓക്കെ, അത് കാണാൻ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? 5ൻ്റെ പവറായ ബി. ഈ ബി ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ഹയസ്റ്റ് പവർ ഓഫ് 5ൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ. ഈ പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 234 ഫാക്ടോറിയലിന് വരുന്ന ഹയസ്റ്റ് പവർ ഓഫ് 234 ഫാക്ടോറിയലിന് ഡിവൈഡ് ചെയ്യുന്ന ഹയസ്റ്റ് പവർ ഓഫ് 5 ആണ് അപ്പോൾ നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്ക് എന്താ അറിയാം? നമ്മൾ ഫോർമുല വെച്ചിട്ട് ദ ഹയസ്റ്റ് പവർ ഇ ഓഫ് എ പ്രൈം പി ദാറ്റ് ഡിവൈഡ്സ് എൻ ഫാക്ടോറിയൽ ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ ബൈ പി പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ ബൈ പി സ്ക്വയർ പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ ബൈ പി ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് പവർ ബി നമുക്ക് എന്ത് കാണണം? ഹയസ്റ്റ് പവർ ബി ആണ് ഓഫ് ദ പ്രൈം 5 എന്ന് പറയുന്ന പ്രൈമിൻ്റെ ഹയസ്റ്റ് പവർ ബി ദാറ്റ് ഡിവൈഡ്സ് എൻ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ ഇവിടെ എന്താണ്? 234 ഫാക്ടോറിയൽ. അപ്പോൾ അത് നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ആൻഡ് ഡിവിസിബിൾ ബൈ 5 എന്താണ്? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 234 ബൈ 5 എൻ ബൈ പി, അത് 46 കിട്ടും. അടുത്തത് എന്താണ്? എൻ ബൈ പി സ്ക്വയർ.
അതായത് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ആൻഡ് ഡിവിസിബിൾ ബൈ 5 സ്ക്വയർ, ദാറ്റ് ഈസ് 234 ബൈ 5 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. നെക്സ്റ്റ് n ബൈ പി ക്യൂബാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ആൻഡ് ഡിവിസിബിൾ ബൈ 5 ക്യൂബ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 234 ബൈ 5 ക്യൂബാണ്. ദാറ്റ് ഈസ് 234 ബൈ 125ൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ അതെന്താണ്? 1 ആണ്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 234 ആൻഡ് ഡിവിസിബിൾ ബൈ 5^4. അതെന്താ കിട്ടുക? 234 ബൈ 5^4. ഇതെന്താണ്? n ബൈ p^4. that is equal to 234 by 5^4 ൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 234 by 625ൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ. അതെന്താണ്? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 0.03744 ആണ്. അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് പവർ എടുത്തിട്ടുണ്ടെങ്കിൽ 5^5, 5^4 അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എന്തേ ഉള്ളൂ വരിക? 0 ആണ് വരിക. For the number of 5 in prime factorization of 234 factorial, 234 factorialനുള്ള 5ൻ്റെ എണ്ണം, നമ്പർ ഓഫ് 5s ഇൻ 234 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത n ബൈ പി, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ പി പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ പി സ്ക്വയർ പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n ബൈ പി ക്യൂബ് വരും. ബാക്കിയുള്ളതൊക്കെ എന്താണ്? 0 ആണ്. ബൈ n ബൈ പി ക്യൂബ് അതെല്ലാം ആഡ് ചെയ്താൽ 46 പ്ലസ് 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 56 ആണ്. ദസ് 234 ഫാക്ടോറിയലിൽ എത്ര സീറോസ് ഉണ്ട്? 56 ട്രെയിലിംഗ് സീറോസ് ഉണ്ട്. അടുത്ത തിയറാണ്. Let E denote the highest power of 2 that divides n factorial and B the number of ones in the binary representation of n. Then n is equal to E plus B ആണ്. ഓക്കെ, E എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന നമ്പറിൻ്റെ ഹയസ്റ്റ് പവർ ദാറ്റ് ഡിവൈഡ്സ് n ഫാക്ടോറിയൽ ആണ് E. ഓക്കെ, എന്ത് തന്നിട്ടുണ്ട്? E denotes the highest power of 2 that divides n factorial. n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെ ഹയസ്റ്റ് പവറാണ് E. B എന്താണ്? നമ്പർ ഓഫ് വൺസ് ഇൻ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് n. n എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന നമ്പർ ഓഫ് വൺസ്, അതിൽ വരുന്ന ഒന്നുകളുടെ എണ്ണം, നമ്പർ ഓഫ് വൺസ് ഇൻ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് n, അതാണ് എന്ത്? B. അങ്ങനെയാണെങ്കിൽ n is equal to നമുക്ക് എന്തെഴുതാം? E plus B എന്നെഴുതാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ n is equal to 20. എന്നിനെ നമ്മൾ 20 ആയിട്ട് കൺസിഡർ ചെയ്തു, നമ്പർ 20 എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ നമുക്ക് ഇയും ബിയും E പ്ലസ് ബി ഈക്വൽ ടു n ആണെന്ന് എഴുതാൻ കഴിയണം. E പ്ലസ് ബി ഈക്വൽ ടു 20 എന്ന് എഴുതാൻ കഴിയണം. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് വൺസ് ഇൻ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് n. എന്നിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനിലുള്ള ഒന്നുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? 20നെ ബൈനറി റെപ്രസെൻറ്റേഷനിൽ എഴുതി വെക്കണം. ബൈനറി റെപ്രസെൻറ്റേഷൻ എന്താണ്? ആ നമ്പറിനെ നമ്മൾ 1 ആൻഡ് സീറോസ് മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് 20നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഈ ഫോമിൽ എഴുതുക 20/2. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 10 കിട്ടും അല്ലേ? റിമൈൻഡർ എന്താണ്? റിമൈൻഡർ 0. ആ 0 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി 10നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അവിടെ റിമൈൻഡർ എന്താണ്? 0. ആ 0 ആണ് എഴുതിയിട്ടുള്ളത്. ഇനി 5നെ നമുക്ക് പ്രോപ്പറായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ അതിന് 2 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുക ചെയ്യാം. സോ ഇവിടെ നമ്മൾ 5നെ വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് ക്വോഷ്യൻ്റായിട്ട് എന്താ കിട്ടുക? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താണ്? 2 × 2 4. റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന ക്വോഷ്യൻ 2 അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ ക്വോഷ്യൻ്റ് 2 ആൻഡ് ദ റിമൈൻഡർ 1. ഓക്കെ, ഇനി ഈ ക്വോഷ്യൻ്റ് കിട്ടിയ 2 ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുക? 1 കിട്ടും. റിമൈൻഡർ എന്താണ്? 0. അപ്പോൾ 20ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ദാ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ എന്താണ്? 1 0 1 0 0. ഇതാണ് എന്ത്? 20ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെയാണ് ആരോ മാർക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് താഴത്തുനിന്ന് മോളേക്കാണ് എഴുതേണ്ടത്. ഈ ലാസ്റ്റ് കിട്ടുന്ന ഈ 1നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. 1 0 1 0 0 ഈക്വൽ ടു 20. ഇതാണ് 20ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്പർ ഓഫ് വൺസ് ഇൻ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് 20. ഇപ്പോൾ 20ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 1 എത്ര വട്ടം വരുന്നുണ്ട് നോക്കണം. 1 എത്ര എണ്ണം വരുന്നുണ്ട്? 2 എണ്ണം. സോ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്.
ഇനി ഇ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് എൻ ഫാക്ടോറിയൽ. സോ അങ്ങനെ വരും. അത് നമുക്ക് നേരത്തെ റിസൾട്ട് പ്രകാരം ഇ ഈസ് ഈക്വൽ ടു എന്താണ്, ഇ ഈക്വൽ ടു എൻ ബൈ പി ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ ബൈ പി പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ ബൈ പി സ്ക്വയർ പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ ബൈ പി ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ അതിവിടെ എന്താണ്, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എൻ എന്താണ് ഇവിടെ 20 ആണ്, പി എന്താണ് 2 ആണ്. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 20/2 പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 20/2 സ്ക്വയർ പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 20/2 ക്യൂബ് പ്ലസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 20/2 റേസ് ടു 4 പ്ലസ് അടുത്തത് എന്താണ്, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 20/2 റേസ് ടു 5 വരും. അവിടെ നിന്ന് അങ്ങോട്ട് 2 റേസ് ടു 5 മുതലുള്ളതെല്ലാം 0 ആണ്. സോ അത് വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. 20/2 10, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 20/2 സ്ക്വയർ 20/4 5 വരും. 20/2 ക്യൂബ് 20/8 ആണ്. അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുത്താൽ 2 കിട്ടും. 20/16 ഫ്ലോർ ഫംഗ്ഷൻ എടുത്താൽ 1 കിട്ടും. സോ ഇ ഈസ് ഈക്വൽ ടു 10 + 5 + 2 + 1 ഈക്വൽ ടു 18. സോ ഇ ഈക്വൽ ടു 18 കിട്ടി. ബി ഈക്വൽ ടു എന്താണ്, 2 ആണെന്ന് കിട്ടി. സോ ഇ പ്ലസ് ബി എന്താണ്, ഇ പ്ലസ് ബി ഈക്വൽ ടു 18 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എൻ. ഓക്കെ, സോ നമ്മളെ തിയറം ഇവിടെ എന്താണ് വെരിഫൈഡ് ആയിട്ടുണ്ട്.